കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാക്കിയിരിക്കുന്നു മുന്നണികൾ. എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമാണ്. കോഴിക്കോട് ആവേശത്തോടെ തെരഞ്ഞെടുപ്പ് കടന്നുപോകുന്നു. ഞാൻ കടന്നു വന്ന വഴിയാണ്. വലിയ ആവേശം എല്ലായിടങ്ങളിലും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തരത്തിലാണ് സ്ഥാനാർത്ഥികൾ. കോർപ്പറേഷൻ 73-ാം വാർഡിലെ സ്ഥാനാർത്ഥിക്കൊപ്പം LDF സ്ഥാനാർത്ഥിക്കൊപ്പം AK ലതീഷ് എന്നോടൊപ്പം ചേരുകയാണ്. നോക്കാം എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്ന്. ലതീഷ്, ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. ഏറ്റവും അവസാന ലാപ്പുകളിലേക്ക് കടക്കുകയാണ്. എന്താണ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്? അവർക്ക് കിട്ടുന്ന ആളുകളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് എങ്ങനെയുണ്ട്? എന്താണ് വിശേഷങ്ങൾ? മനു, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് ജില്ലയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം മറ്റു ജില്ലകളിലെ പോലെ തന്നെ ആവേശകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. പരമാവധി വോട്ടർമാരെ, തദ്ദേശ തിരഞ്ഞെടുപ്പാണ് എന്നതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ അവരുടെ വീടുകളിലെത്തി നേരിട്ട് കാണുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. ഞാനിപ്പോഴുള്ളത് കോഴിക്കോട് കോർപ്പറേഷൻ്റെ 73-ാം വാർഡിലാണ്. അത്താണിക്കൽ ഭാഗത്താണ് ഞാനുള്ളത്. എന്നോടൊപ്പം സ്ഥാനാർത്ഥിയും അവരുടെ പ്രവർത്തകരും, LDFൻ്റെ പ്രവർത്തകരും, നിലവിലെ കൗൺസിലർ മഹേഷ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കുടുംബശ്രീ പ്രവർത്തകയായി ഈ വാർഡിൽ നിറഞ്ഞു നിന്ന ഷിജു PR ആണ് ഇത്തവണ LDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എന്താണ് അവരുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് നമുക്ക് നോക്കാം. എങ്ങനെയുണ്ട് ജനങ്ങളുടെ ഒരു പ്രതികരണം? നേരിട്ട് അറിയുന്ന ആളുകളോട് തന്നെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അതെ, 10-20 വർഷമായി കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ജനങ്ങളായിട്ട് നല്ലൊരു ബന്ധമാണുള്ളത്. ആ ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയാണ്. എന്താ വെച്ചാൽ ജനങ്ങളിലെടുത്ത് ഇറങ്ങുന്ന സമയത്ത് അവർക്ക് നമ്മളായിട്ടുള്ള ആ ആത്മബന്ധം ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഞങ്ങളൊരു വൻ വിജയമാക്കി തീർക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. എങ്ങനെയാണ് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണോ പ്രധാനമായും ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്? അതെ, വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഈ 5 വർഷമായി ഈ വാർഡിൽ നടത്തിയ വികസനങ്ങൾ തന്നെ മുന്നോട്ട് വെക്കാനുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ ബോധിപ്പിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അവരായിട്ട് ഞങ്ങൾ വീടുകൾ കയറി ഇറങ്ങുമ്പോൾ അവരെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട്, ഇങ്ങനെ ഈ 5 കൊല്ലം നടത്തിയ ഈ വികസനത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഇനിയും നമ്മൾ വികസനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു വന്നാൽ നമുക്ക് അത് സാധ്യമാവുള്ളൂ. നിലവിലുള്ള കൗൺസിലറായ MK മഹേഷ് നമ്മളോടൊപ്പം ഉണ്ട്. മഹേഷിൻ്റെ നേതൃത്വത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങളാണ് 73-ാം വാർഡിൽ ഇത്തവണ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്നത്. എന്താണ്, അത് തന്നെയാണോ ഈ ജനങ്ങൾക്ക് മുമ്പാകെ വെക്കുന്നത്? അതെ, ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്തായാലും നമുക്ക് ഇപ്പം തെരഞ്ഞെടുപ്പിനെല്ലാം വീടുകൾ കയറും, 2ാമത്തെ റൗണ്ടാണ് കയറുന്നത്. നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം ജനങ്ങൾക്ക് ഓരോ വീടുകളിലും കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്ഥാനാർത്ഥി സുപരിചിതമായിട്ടുള്ള ആളുകളാണ്. എല്ലാവർക്കും അറിയാം, നേരിട്ടറിയാം. അപ്പോൾ അതൊരു നമുക്കൊരു പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യമില്ല. പിന്നെ 5 വർഷമാണെങ്കിലും നമ്മുടെ വികസന പ്രവർത്തനം, വാർഡിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ വലിയ രൂപത്തിലേക്കുള്ള ഒരു വികസന പ്രവർത്തനമാണ് നടന്നത്. പല ഗവൺമെൻറ് ഫണ്ടുകളും അതേപോലെ തന്നെ മറ്റ് വകുപ്പുകളുടെ ഫണ്ട് നമുക്കിവിടെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 2 ഗ്രൗണ്ട് നമുക്ക് ഇവിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതേപോലെ തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻറ്റർ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വില്ലേജ് ഓഫീസിന് കോർപ്പറേഷൻ 5 സെൻറ്റ് ഭൂമി കൈമാറി ബഹുമാനപ്പെട്ട നമ്മുടെ നോർത്ത് MLA തോട്ടത്തിൽ രവീന്ദ്രൻ അവർ നമുക്ക് 40 ലക്ഷം രൂപ അനുവദിച്ച് അതിൻ്റെ ടെൻഡറിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വീടുകൾക്കും സൗജന്യമായിട്ടുള്ള കുടിവെള്ള കണക്ഷൻ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു. പിന്നെ അർഹതപ്പെട്ട എല്ലാവർക്കും പെൻഷൻ അർഹതപ്പെട്ട എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി അങ്ങനെ വലിയൊരു വികസന പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. എന്തായാലും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഈ 73-ാം വാർഡിലും കോഴിക്കോട് കോർപ്പറേഷനിലും LDFൻ്റെ നേതൃത്വത്തിൽ നടന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തി തന്നെയാണ് LDFൻ്റെ സ്ഥാനാർത്ഥികൾ കോഴിക്കോട് കോർപ്പറേഷനിലാകെ തന്നെ വോട്ടഭ്യർത്ഥിക്കുന്നത്. എന്തായാലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലാണ് അതിരാവിലെ മുതൽ സ്ഥാനാർത്ഥികൾ. മനു.